ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിൻ്റെ പാഠഭാഗമായ യോഹന്നാൻ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഓർക്കണേ. ഒന്നാമത്തെ ചോദ്യം: തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും എന്തിനുള്ള കഴിവാണ് പിതാവിൻ്റെ ഏകജാതൻ നൽകിയത്? എ. അപ്പസ്തോലരാകാൻ. ബി. ദൈവമക്കളാകാൻ. സി. ശിഷ്യന്മാരാകാൻ. ഡി. നീതിമാന്മാരാകാൻ. ശരിയുത്തരം ബി. ദൈവമക്കളാകാൻ. രണ്ടാമത്തെ ചോദ്യം: യേശു ആരെന്നറിയാൻ യഹൂദർ ജെറുസലേമിൽ നിന്നയച്ച പുരോഹിതരും ലേവ്യരും യേശുവിനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ. 4. ബി. 3. സി. 5. ഡി. 6. ശരിയുത്തരം ഡി. 6. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ വച്ചാണ്? എ. ജോർദാൻ. ബി. ബഥാനിയ. സി. ജെറൂസലേം. ഡി. കഫർനൗം. ശരിയുത്തരം എ. ജോർദാൻ. നാലാമത്തെ ചോദ്യം: യേശു നടന്നു വരുന്നത് കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് ആര്? എ. പത്രോസ്. ബി. യോഹന്നാൻ. സി. അന്ത്രയോസ്. ഡി. പീലിപ്പോസ്. ശരിയുത്തരം ബി. യോഹന്നാൻ. അഞ്ചാമത്തെ ചോദ്യം: നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ആര് ആരോട് പറഞ്ഞു? എ. നഥാനയേൽ പീലിപ്പോസിനോട്. ബി. പീലിപ്പോസ് നഥാനയേലിനോട്. സി. യേശു പീലിപ്പോസിനോട്. ഡി. യേശു നഥാനയേലിനോട്. ശരിയുത്തരം ഡി. യേശു നഥാനയേലിനോട്. കാനായിലെ വിവാഹ വിരുന്ന് നടന്ന സ്ഥലത്ത് എന്തിനു വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളാണ് ഉണ്ടായിരുന്നത്? എ. വിവാഹ വിരുന്നിൽ സംബന്ധിക്കുന്നവരുടെ ആവശ്യത്തിന്. ബി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന്. സി. വിജാതീയരുടെ ശുദ്ധീകരണ കർമ്മത്തിന്. ഡി. പാചക ആവശ്യത്തിന്. ശരിയുത്തരം ബി. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന്. ആറാമത്തെ ചോദ്യം: യേശു കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്ത അത്ഭുതത്തിന് ശേഷം ആരെയെല്ലാം കൂട്ടിയാണ് കഫർനൗമിലേക്ക് പോയത്? 1. ജനങ്ങളെ. 2. അമ്മയെ. 3. സഹോദരന്മാരെ. 4. ശിഷ്യന്മാരെ. എ. 1, 3, 4. ബി. 1, 2, 3. സി. 1, 2, 4. ഡി. 1, 2, 3, 4. ശരിയുത്തരം എ. 2, 3, 4. അമ്മയെയും സഹോദരന്മാരെയും ശിഷ്യന്മാരെയും. എന്തു ചെയ്തില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്നാണ് നിക്കോദേമോസിനോട് യേശു പറഞ്ഞത്? എ. നന്മ ചെയ്തില്ലെങ്കിൽ. ബി. ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ. സി. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. ഡി. ദൈവം അയച്ചവൻ്റെ വാക്കുകൾ സ്വീകരിച്ചില്ലെങ്കിൽ. ശരിയുത്തരം സി. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. നിക്കോദേമോസ് ഏതു ദേശത്തെ ഗുരുവായിരുന്നു? എ. ബെത്സൈദായിലെ. ബി. കഫർനൗമിലെ. സി. ജെറൂസലേമിലെ. ഡി. ഇസ്രായേലിലെ. ശരിയുത്തരം ഡി. ഇസ്രായേലിലെ. തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് വെളിച്ചത്ത് വരാതിരിക്കുന്നതാര്? എ. തിന്മ പ്രവർത്തിക്കുന്നവൻ. ബി. പുത്രനിൽ വിശ്വസിക്കാത്തവൻ. സി. അടയാളങ്ങൾ കണ്ടുമാത്രം വിശ്വസിക്കുന്നവൻ. ഡി. സ്നാനം സ്വീകരിച്ചിട്ടില്ലാത്തവൻ. ശരിയുത്തരം ബി. തിന്മ പ്രവർത്തിക്കുന്നവൻ. ഈ കിണർ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പിതാവായ ആരാണെന്നാണ് സമരിയാക്കാരി സ്ത്രീ യേശുവിനോട് പറഞ്ഞത്? എ. അബ്രാഹാം. ബി. ഇസഹാക്ക്. സി. ജോസഫ്. ഡി. യാക്കോബ്. ശരിയുത്തരം ഡി. യാക്കോബ്. യേശു ആരാണെന്നാണ് സമരിയാക്കാരി സ്ത്രീ പറഞ്ഞത്? എ. രക്ഷകൻ. ബി. കാരുണ്യവാൻ. സി. പ്രവാചകൻ. ഡി. ദൈവപുത്രൻ. ശരിയുത്തരം സി. പ്രവാചകൻ.
ദൈവത്തെ ആരാധിക്കുന്നവർ എന്തിലെല്ലാമാണ് ആരാധിക്കേണ്ടത്? എ. ആത്മാവിലും സത്യത്തിലും. ബി. ആത്മാവിലും വചനത്തിലും. സി. സത്യത്തിലും സ്നേഹത്തിലും. ഡി. വചനത്തിലും സത്യത്തിലും. ശരി ഉത്തരം എ. ആത്മാവിലും സത്യത്തിലും. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഡാഷ്. എ. ലക്ഷ്യം. ബി. ഉദ്ദേശ്യം. സി. ആഗ്രഹം. ഡി. ഭക്ഷണം. ശരി ഉത്തരം ഡി. ഭക്ഷണം. കഫർനഹൂമിൽ വെച്ച് രോഗബാധിതനായി ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചതാര്? എ. ഭൃത്യൻ. ബി. യഹൂദൻ. സി. രാജസേവകൻ. ഡി. സമരിയാക്കാരൻ. ശരി ഉത്തരം സി. രാജസേവകൻ. ജെറുസലേമിൽ അജകവാടത്തിനടുത്തുണ്ടായിരുന്ന ബേത്സദ എന്ന കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? എ. 8. ബി. 3. സി. 4. ഡി. 5. ശരി ഉത്തരം ഡി. 5. 38 വർഷമായി രോഗിയായിരുന്നവനെ സുഖപ്പെടുത്തിയ ശേഷം എവിടെ വെച്ചാണ് യേശു അവനോട്, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? എ. കുളക്കരയിൽ. ബി. ദേവാലയത്തിൽ. സി. കുളത്തിൽ. ഡി. ജനക്കൂട്ടത്തിനിടയിൽ. ശരി ഉത്തരം ബി. ദേവാലയത്തിൽ. യേശുവിൻ്റെ വിധി എങ്ങനെയുള്ളതാണെന്നാണ് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്? എ. നീതിപൂർവകം. ബി. അത്ഭുതകരം. സി. വിസ്മയിക്കത്തക്കത്. ഡി. വിശ്വസിക്കാനാകാത്തത്. ശരി ഉത്തരം എ. നീതിപൂർവകം. 18ാമത്തെ ചോദ്യം. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? എ. നിക്കോദേമോസിനെ. ബി. നഥാനയേലിനെ. സി. യോഹന്നാനെ. ഡി. പത്രോസിനെ. ശരി ഉത്തരം സി. യോഹന്നാനെ. ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയ യേശു തൻ്റെ അടുത്തേക്ക് ഒരു വലിയ ജനതതി വരുന്നത് കണ്ട്, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചത് ആരോടാണ്? എ. അന്ത്രയോസിനോട്. ബി. പൗലോസിനോട്. സി. പത്രോസിനോട്. ഡി. പീലിപ്പോസിനോട്. ശരി ഉത്തരം ഡി. പീലിപ്പോസിനോട്. ശിഷ്യന്മാർ കടലിനക്കരെ കഫർനഹൂമിലേക്ക് വള്ളത്തിൽ പുറപ്പെട്ട് എത്ര ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശു കടലിനു മീതെ നടന്ന വള്ളത്തെ സമീപിക്കുന്നത് കണ്ടത്? എ. 25 മുതൽ 30 വരെ സ്ഥാദിയോൺ. ബി. 15 മുതൽ 20 വരെ സ്ഥാദിയോൺ. സി. 10 മുതൽ 15 വരെ സ്ഥാദിയോൺ. ഡി. 20 മുതൽ 25 വരെ സ്ഥാദിയോൺ. ശരി ഉത്തരം എ. 25 മുതൽ 30 വരെ സ്ഥാദിയോൺ. കഫർനഹൂമിൽ യേശുവിനെ തിരക്കിയെത്തിയ ജനക്കൂട്ടത്തോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്? എ. അടയാളങ്ങൾ കണ്ടതുകൊണ്ട്. ബി. ഞാൻ ആരെന്നറിയാൻ. സി. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ഡി. അനശ്വരമായ അപ്പത്തിനു വേണ്ടി. ശരിയുത്തരം സി. അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ട്. 23ാമത്തെ ചോദ്യം. ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ എന്നിങ്ങനെ പറഞ്ഞത് ആര്? എ. യഹൂദർ. ബി. സമരിയാക്കാർ. സി. ഫരിസേയർ. ഡി. ജനക്കൂട്ടം. ശരി ഉത്തരം എ. യഹൂദർ. 24ാമത്തെ ചോദ്യം. കഫർനഹൂമിൽ എവിടെ വച്ചാണ് യേശു ജനങ്ങളോട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചത്? എ. കടൽക്കരയിൽ. ബി. സിനഗോഗിൽ. സി. മലമുകളിൽ. ഡി. ദേവാലയത്തിൽ. ശരി ഉത്തരം ബി. സിനഗോഗിൽ. നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യേശുവിൻ്റെ ശിഷ്യർ യേശുവിനോട് പറഞ്ഞത്. എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ബി. ദൈവപുത്രൻ. സി. പുത്രനായ ദൈവം. ഡി. യേശു ക്രിസ്തു. ശരി ഉത്തരം എ. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ ആരാണ് എന്നാണ് യേശു പറഞ്ഞത്? എ. സാത്താൻ. ബി.
എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ, സി പിശാച്, ഡി കുടിലതന്ത്രക്കാരൻ. ശരിയുത്തരം സി പിശാച്. ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് യേശു ശിഷ്യരോട് പറഞ്ഞത് ഏതു തിരുനാളിനായിരുന്നു? എ പെസഹ തിരുനാൾ, ബി കൂടാര തിരുനാൾ, സി പെന്തക്കോസ്ത് തിരുനാൾ, ഡി പ്രതിഷ്ഠാ തിരുനാൾ. ശരിയുത്തരം ബി കൂടാര തിരുനാൾ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് എവിടെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്? എ മോശയുടെ നിയമത്തിൽ, ബി വചനത്തിൽ, സി വിശുദ്ധ ലിഖിതത്തിൽ, ഡി യോഹന്നാൻ്റെ വാക്കുകളിൽ. ശരിയുത്തരം സി വിശുദ്ധ ലിഖിതത്തിൽ. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആര്? എ യഹൂദർ, ബി ജെറുസലേം നിവാസികൾ, സി സേവകന്മാർ, ഡി ഫരിസേയർ. ശരിയുത്തരം സി സേവകന്മാർ. 30ാമത്തെ ചോദ്യം. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ എന്തു ചെയ്യാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നാണ് നിക്കോദേമോസ് ചോദിച്ചത്. എ ശിക്ഷിക്കാൻ, ബി വിധിക്കാൻ, സി കല്ലെറിയാൻ, ഡി അവനെതിരെ ഗൂഢാലോചന നടത്താൻ. ശരിയുത്തരം ബി വിധിക്കാൻ. 31ാമത്തെ ചോദ്യം. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? എ ഫരിസേയർ, ബി ജനപ്രമാണികൾ, സി നിയമജ്ഞർ, ഡി പുരോഹിത പ്രമുഖന്മാർ. ശരിയുത്തരം എ ഫരിസേയർ. ആരാണ് പാപത്തിൻ്റെ അടിമയാണെന്ന് യേശു പറഞ്ഞത്? എ കോപാകുലൻ, ബി പാപം ചെയ്യുന്നവൻ, സി എന്നെ അയച്ചവനിൽ വിശ്വസിക്കാത്തവൻ, ഡി അബ്രാഹത്തിൻ്റെ സന്തതി. ശരിയുത്തരം ബി പാപം ചെയ്യുന്നവൻ. ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ലാത്തവനായ ആരാണ് ആദ്യം മുതൽ കൊലപാതകിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എ കായേൻ, ബി വചനം ശ്രവിക്കാൻ കഴിവില്ലാത്തവൻ, സി ദുഷ്ടൻ, ഡി പിശാച്. ശരിയുത്തരം ഡി പിശാച്. നിനക്ക് ഇനിയും എത്ര വയസ്സായിട്ടില്ല എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? എ 60, ബി 50, സി 30, ഡി 40. ശരിയുത്തരം ബി 50. ജന്മന അന്ധനായ ഒരുവനെ കണ്ട് ആരാണ് യേശുവിനോട് ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണെന്ന് ചോദിച്ചത്? എ യഹൂദർ, ബി സമരിയാക്കാർ, സി ജനങ്ങൾ, ഡി ശിഷ്യന്മാർ. ശരിയുത്തരം ഡി ശിഷ്യന്മാർ. സീലോഹ എന്ന വാക്കിനർത്ഥം: എ ദൈവത്തിൻ്റെ പ്രകാശം, ബി കുളത്തിൽ കഴുകുക, സി അഭിഷിക്തൻ, ഡി അയക്കപ്പെട്ടവൻ. ശരിയുത്തരം ഡി അയക്കപ്പെട്ടവൻ. നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന് യഹൂദരോട് ചോദിച്ചതാര്? എ അന്ധനായിരുന്നവൻ്റെ മാതാപിതാക്കൾ, ബി അന്ധനായിരുന്നവൻ, സി ഫരിസേയർ, ഡി യോഹന്നാൻ. ശരിയുത്തരം ബി അന്ധനായിരുന്നവൻ. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരാവുകയും ചെയ്യേണ്ടതിന് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് യേശു പറഞ്ഞത്? എ ന്യായവിധിക്ക്, ബി പാപമോചനത്തിന്, സി മാനസാന്തരത്തിന്, ഡി ശിക്ഷാവിധിക്ക്. ശരിയുത്തരം എ ന്യായവിധിക്ക്. യേശു ആരോടാണ് ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ പറഞ്ഞത്? എ ജനപ്രമാണികളോട്, ബി ജനക്കൂട്ടത്തോട്, സി ഫരിസേയരോട്, ഡി യഹൂദരോട്. ശരിയുത്തരം സി ഫരിസേയരോട്. ജെറുസലേമിൽ ഏതു സമയത്താണ് പ്രതിഷ്ഠയുടെ തിരുനാൾ നടക്കുന്നത്? എ വേനൽക്കാലത്ത്, ബി ശീതകാലത്ത്, സി മഴക്കാലത്ത്, ഡി വസന്തകാലത്ത്. ശരിയുത്തരം ബി ശീതകാലത്ത്. എന്തുമൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? എ ദൈവദൂഷണം, ബി സാപത്തിലെ രോഗശാന്തി, സി നിന്നിൽ പിശാചുള്ളതിനാൽ, ഡി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണെന്ന് പറഞ്ഞതിനാൽ. ശരിയുത്തരം ബി
ദൈവദൂഷണം. ഈ മനുഷ്യനെപ്പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണെന്നാണ് യേശുവിനെപ്പറ്റി യഹൂദർ പറഞ്ഞത്. എ. സമരിയാക്കാരിയായ സ്ത്രീ, ബി. ശിഷ്യന്മാർ, സി. യോഹന്നാൻ, ഡി. അന്ധനായ മനുഷ്യൻ. ശരിയുത്തരം സി. യോഹന്നാൻ. എവിടെ നിന്നുള്ളവനായിരുന്നു ലാസർ? എ. കഫർനൗം, ബി. ജെറുസലേം, സി. ബഥാനിയ, ഡി. ജോർദാൻ. ശരിയുത്തരം സി. ബഥാനിയ. 12 പേരിലൊരുവനായ ദീദിമോസിൻ്റെ മറ്റൊരു പേര്? എ. പത്രോസ്, ബി. അന്ത്രയോസ്, സി. പീലിപ്പോസ്, ഡി. തോമസ്. ശരിയുത്തരം ഡി. തോമസ്. ലാസർ മരിച്ച് എത്രാം ദിവസമാണ് യേശു ലാസറിനെ ഉയിർപ്പിച്ചത്? എ. 2-ാം ദിവസം, ബി. 4-ാം ദിവസം, സി. 3-ാം ദിവസം, ഡി. 6-ാം ദിവസം. ശരിയുത്തരം ബി. 4-ാം ദിവസം. വളരെ പേർ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ആര് വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്? എ. റോമാക്കാർ, ബി. ഗ്രീക്കുകാർ, സി. ഫിലിസ്ത്യർ, ഡി. യൂദാക്കാർ. ശരിയുത്തരം എ. റോമാക്കാർ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് പറഞ്ഞതാര്? എ. ലാസർ, ബി. നഥാനയേൽ, സി. നിക്കോദേമോസ്, ഡി. കയ്യഫാസ്. ശരിയുത്തരം ഡി. കയ്യഫാസ്. മറിയത്തിൻ്റെ തൈലാഭിഷേകത്തിന് ശേഷം ആര് എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എ. പാപികൾ, ബി. രോഗികൾ, സി. ദരിദ്രർ, ഡി. ദൈവവിശ്വാസമില്ലാത്തവർ. ശരിയുത്തരം സി. ദരിദ്രർ. യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് തിരുനാളിന് വന്നുകൂടിയ ജനക്കൂട്ടം എന്തിൻ്റെ കൈകൾ എടുത്തുകൊണ്ടാണ് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത്? എ. പനയുടെ, ബി. അത്തിമരത്തിൻ്റെ, സി. ഒലിവിൻ്റെ, ഡി. ഈന്തപ്പനയുടെ. ശരിയുത്തരം ഡി. ഈന്തപ്പനയുടെ. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ജനക്കൂട്ടം പറഞ്ഞതെന്ത്? എ. ഇടിമുഴക്കമുണ്ടായി, ബി. ഒരു ദൂതൻ അവനോട് സംസാരിച്ചു, സി. അവൻ ഒറ്റയ്ക്ക് സംസാരിച്ചു, ഡി. ഒരു അശരീരി കേട്ടു. ശരിയുത്തരം എ. ഇടിമുഴക്കമുണ്ടായി.